ശ്രീനാരായണ ഗുരു. ജനനം 1856 ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയം. മരണം 1928 സെപ്റ്റംബർ 20 കന്നി 5. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, പത്നി കാളി. ബാല്യകാല നാമങ്ങൾ: നാരായണൻ, നാണു എന്നതാണ് ഓമനപ്പേര്. വീട്ടുപേര് വയൽവാരം. ജന്മസ്ഥലം ചെമ്പഴന്തി. ജനന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. കേരള ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നു. രണ്ടാം ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. SNDPയുടെ ആദ്യ പ്രസിഡൻ്റാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത പ്രസിഡൻറ്റും ശ്രീനാരായണ ഗുരുവാണ്. കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ ആദ്യ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായ നേതാവ്. ഇന്ത്യൻ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. SNDP എന്ന ആശയം കൊണ്ടുവന്നത് ഡോക്ടർ പൽപ്പു. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ഇനി പ്രശസ്തമായ ചില കണ്ടുമുട്ടലുകൾ നോക്കാം. 1882 അണിയൂർ ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയത്. 1891 കായ്ക്കരയിൽ വെച്ചാണ് കുമാരനാശാനെ കണ്ടുമുട്ടുന്നത്. 1895 ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി. 1912 ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി. 1914 വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടുന്നു. 1916 തിരുവണ്ണാമലയിൽ വെച്ച് രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നു. ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു അങ്ങോട്ട് പോയി കണ്ട ഏക വ്യക്തിയാണ് രമണ മഹർഷി. 1922 ശിവഗിരിയിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറിനെ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം CF ആൻഡ്രൂസും ഉണ്ടായിരുന്നു. 1925 ശിവഗിരിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് ഗാന്ധിജിയോടൊപ്പം ആചാര്യ വിനോബ ഭാവെയും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാലഘട്ടം നമുക്ക് നോക്കാം. 1891 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. 1887 അരുവിപ്പുറത്ത് ക്ഷേത്രം നിർമ്മിച്ചു. 1888 പ്രസിദ്ധമായ അരുവിപ്പുരം ശിവപ്രതിഷ്ഠ നടന്നു. 1898 അരുവിപ്പുറം ക്ഷേത്രരോഗം ആരംഭിച്ചു. 1903 മെയ് 15 SNDP യോഗം സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. 1904 വിവേകോദയം ആരംഭിക്കുന്നത്. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. ശിവഗിരി ആശ്രമം സ്ഥാപിച്ചതും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാകൽ നിന്ന് ഒഴിവാക്കിയതും 1904 തന്നെയാണ്. 1912 ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഈ അദ്വൈതാശ്രമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ക്ഷേത്രം പണിയാതെ ഒരു ആശ്രമം സ്ഥാപിച്ചത് ഈ ആലുവയിലുള്ള അദ്വൈതാശ്രമമാണ്. ഈ ആലുവ അദ്വൈതാശ്രമത്തിലാണ് ഓം സഹോദര സർവത്ര എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. 1915 അദ്ദേഹം മിശ്രഭോജനം സംഘടിപ്പിച്ചു. 1916 നാരായണ സേവാ സമാജം സ്ഥാപിച്ചു. ഈ വർഷം തന്നെയാണ് കാഞ്ചീപുരത്ത് സംസ്കൃതം സ്കൂൾ സ്ഥാപിച്ചത്. 1918 അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനം. ഗുരു സന്ദർശിച്ചുള്ള ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ഈ യാത്രയിലാണ് അദ്ദേഹം ആദ്യമായി കാവ്യവസ്ത്രം ധരിക്കുന്നത്. 1924 ആലുവ സർവമത സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് സദാശിവ അയ്യർ ആയിരുന്നു. ഈ സമ്മേളനത്തിലാണ് താലികെട്ട് കല്യാണത്തിനെതിരെ ഗുരു ആഹ്വാനം ചെയ്തത്. പ്രശസ്തമായ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആപ്തവാക്യം ഗുരു ഉരുവിടുന്നത് ഈ ഒരു സമ്മേളന സമയത്താണ്.
1926 ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം. 1967 ആഗസ്റ്റ് 21 ആദ്യമായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത്. 2006 അദ്ദേഹത്തിൻ്റെ 150-ാം പിറന്നാളിനോടനുബന്ധിച്ചാണ് 5 രൂപ കോയിനിൽ അദ്ദേഹത്തിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില കൃതികളും അവയുടെ പ്രത്യേകതകളും നോക്കാം. ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത് അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അദ്ദേഹത്തിൻ്റെ ദൈവോപനിഷത്ത് എന്നറിയപ്പെടുന്നതാണ് ദൈവദശകം. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയോടനുബന്ധിച്ച് എഴുതിയ കൃതിയാണ് ശിവശതകം. രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം എഴുതിയ കൃതിയാണ് മുനിചര്യ പഞ്ചകം. ചട്ടമ്പി സ്വാമിയുടെ സമാധിയെ തുടർന്ന് എഴുതിയ കൃതിയാണ് സമാധി സപ്തകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ആപ്തവാക്യമുള്ള കൃതിയാണ് ജാതിമീമാംസ. ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് നടരാജഗുരു ആണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന വചനങ്ങൾ നോക്കാം. സംഘടിച്ച് ശക്തരാകുവിൻ, അറിവാണ് വെളിച്ചം, ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക.